മൈക്രോ എക്കണോമിക്സിലെ ബാക്കി. ആൽഫ്രഡ് മാർഷലും അനുയായികളും ഇത് വിമർശിച്ചു. ഇവർ ക്ലാസിക്കൽ സ്കൂൾ മനുഷ്യരെക്കാൾ സമ്പത്തിന് പ്രാധാന്യം നൽകി. മാർഷൽ മനുഷ്യരുടെ ക്ഷേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിച്ചു. പിന്നെ ക്ഷാമത്തിൻ്റെ വളർച്ചയുടെ നിർവചനം ഉണ്ടായി. ജേക്കബ് വൈനർ എക്കണോമിക്സിന് നിർവചനം നൽകിയത് സാമ്പത്തിക വിദഗ്ധർ ചെയ്യുന്നതാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ഇദ്ദേഹം നിർവചനം നൽകിയത്. സാമ്പത്തിക ശാസ്ത്ര നിർവചനം 3 തരമായിട്ട് തിരിച്ചു. ഒന്ന്, സമ്പത്ത് നിർവചനം, വെൽത്ത് ഡെഫിനിഷൻ. ഇത് ആദം സ്മിത്താണ് തിരിച്ചത്. രണ്ടാമത്തത് ക്ഷേമ നിർവചനം, വെൽഫെയർ ഡെഫിനിഷൻ. ഇത് ആൽഫ്രഡ് മാർഷലാണ്. നെക്സ്റ്റ് ക്ഷാമ നിർവചനം, ഇത് സ്കാർസിറ്റി ഡെഫിനിഷൻ. ഇത് ലേണൽ റോബിൻസ് ആണ്. നാലാമത്തതൊന്നും കൂടെ കൊടുക്കുന്നുണ്ട്, അത് വളർച്ചാ നിർവചനം, അത് ഗ്രോത്ത് ഡെഫിനിഷൻ, പോൾ എ സാമുവൽസൺ. അപ്പോൾ ഇവിടെ സാമ്പത്തിക ശാസ്ത്ര നിർവചനം 3 അല്ല 4 തരമായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. സമ്പത്ത് നിർവചനം, ക്ഷേമ നിർവചനം, ക്ഷാമ നിർവചനം, വളർച്ചാ നിർവചനം. അതായത് വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കാർസിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ. ഇതിൻ്റെയൊക്കെ സയൻറ്റിസ്റ്റുകളാണത്. അതേപോലെ സമ്പത്ത് നിർവചനം, ആദം സ്മിത്തിൻ്റെ അഭിപ്രായം, രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ സ്വഭാവത്തെയും കാരണങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് എക്കണോമിക്സ് വെൽത്ത് നാഷൻസ്. ഈ എക്കണോമിക്സ് വെൽത്ത് നാഷൻസ് 1776 എഴുതിയ ആദം സ്മിത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിലാണ് ഈ സമ്പത്ത് നിർവചനം, ആദം സ്മിത്താണല്ലോ സമ്പത്ത് നിർവചനം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിത്. രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ സ്വഭാവത്തെയും കാരണങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് എക്കണോമിക്സ് എന്നാണ് സമ്പത്ത് നിർവചനത്തിൽ ഈ ആദം സ്മിത്ത് പറഞ്ഞത്. ഇനി അതിലെ ക്ഷേമ നിർവചനം ആൽഫ്രഡ് മാർഷൽ. ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത് സാമ്പത്തിക ശാസ്ത്രം മനുഷ്യവർഗത്തിൻ്റെ സാധാരണ ജീവിത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്നാണ്. ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ബന്ധമുള്ള ഭാഗത്തെ ഇത് പരിശോധിക്കുന്നു എന്ന് ഈ ആൽഫ്രഡ് മാർഷൽ ക്ഷേമ നിർവചനത്തിൽ അഭിപ്രായപ്പെടുന്നു. ഒരു വശത്ത് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണിത്, മറുവശത്ത് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പഠനത്തിൻ്റെ ഭാഗമാണിത്. ഇത് ഏതിലാണ് പറഞ്ഞത്? 1890 സാമ്പത്തിക ശാസ്ത്ര തത്വം എന്ന ഒരു ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. മറുവശത്ത് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പഠനത്തിൻ്റെ ഭാഗമാണ്, ഒരു വശത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ക്ഷാമ നിർവചനം എന്നാൽ ലേണൽ റോബിൻസ് ആണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും ലക്ഷ്യങ്ങളും ബദൽ ദുർബല മാർഗങ്ങളും തമ്മിലെ ബന്ധത്തെ പഠിക്കുന്ന ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്നാണ് ലേണൽ റോബിൻസ് ക്ഷാമ നിർവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഒരു 3 തരമുണ്ട്. ഒന്നാമത്തത് പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല, മനുഷ്യൻ്റെ ആഗ്രഹം പരിമിതപ്പെടുത്തിയെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നു. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല, അതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആഗ്രഹം പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഈ ക്ഷാമ നിർവചനത്തിൽ ലേണൽ റോബിൻസ് പറയുന്നത്. മറ്റൊരു കാര്യം 2, വിഭവങ്ങൾ പരിമിതമാണ്, കുറച്ച് വിഭവങ്ങളല്ലേ ഭൂമിയിലുള്ളൂ, അത് പരിമിതമായതുകൊണ്ടും വിഭവങ്ങൾ വിരളമായതിനാൽ വ്യക്തികളുടെ എല്ലാ ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിഭവങ്ങൾ കുറവാണ്, ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിഭവങ്ങൾ ഭൂമിയിൽ കുറവാണ്. വിഭവങ്ങൾ പരിധിയില്ലാത്തതാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഈ വിഭവങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മറ്റൊന്ന് പറയുന്നത്. പിന്നെ അതിൽ പറയണത് വിഭവങ്ങൾക്ക് ഇതര ഉപയോഗങ്ങളുണ്ട്. വിഭവങ്ങൾ വിവിധ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നതിനാലാണ് വിഹിതത്തിൻ്റെ പ്രശ്നം വരുന്നത്. പല ഉപയോഗങ്ങളുണ്ട് ഒരു സാധനം കൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. വളർച്ചയുടെ നിർവചനത്തിൽ പറയണത് പോൾ എ സാമുവൽസൺ അഭിപ്രായപ്പെടുന്നത് പണം ഉപയോഗിച്ച് വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിൽ ഉപയോഗത്തിനായി വിതരണം ചെയ്യാനും മനുഷ്യരും സമൂഹവും എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ സ്കോപ്പ് വിശാലമാണ്, വലുതാണ്. മനുഷ്യൻ്റെ പെരുമാറ്റം
വിഭവവിഹിതം, ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നു ഇതിൽ. കീ ഏരിയ സ്കോപ്പ്, എക്കണോമിക്സ് മേഖലൻ്റെ കീ ഏരിയ സ്കോപ്പുകൾ. മൈക്രോ എക്കണോമിക്സിലുള്ള കുറച്ച് കീ ഏരിയ സ്കോപ്പുകളാണ് മൈക്രോ എക്കണോമിക്സ്, മറ്റൊന്ന് മാക്രോ എക്കണോമിക്സ്, മറ്റൊന്ന് പബ്ലിക് എക്കണോമിക്സ്, മറ്റൊന്ന് ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, മറ്റൊന്ന് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, മറ്റൊന്ന് ലേബർ എക്കണോമിക്സ്, മറ്റൊന്നാണ് എൻവിറോൺമെൻറ്റൽ എക്കണോമിക്സ്, ബിഹേവിയർ എക്കണോമിക്സ്, ഫിനാൻഷ്യൽ എക്കണോമിക്സ്, ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം. കുടുംബം, വ്യവസായം, സ്ഥാപനം എന്നീ എക്കണോമിക്സ് ഏജൻറ്റുമാരുടെ പെരുമാറ്റത്തെ വിശകലനം ചെയ്യുന്ന എക്കണോമിക്സ് ശാഖയാണ് മൈക്രോ എക്കണോമിക്സ്. ഇതിൽ വിശകലനം ചെയ്യുന്നത് കുടുംബം, വ്യവസായം, സ്ഥാപനം ഇത്തരം സംഭവങ്ങളാണ്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ തീരുമാനമെടുക്കുന്നത് ഈ മൈക്രോ എക്കണോമിക്സ് പഠിപ്പിക്കുന്നു. വിപണി, പെരുമാറ്റം, ഉൽപ്പാദന ചെലവ് ഇതെല്ലാം ഈ മൈക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് മാക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നു. GDP, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, സാമ്പത്തിക വളർച്ച, മൊത്തം സാമ്പത്തിക വേരിയബിൾ ഇതെല്ലാം ഈ മാക്രോ എക്കണോമിക്സ് പരിശോധിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക പ്രകടനം മനസ്സിലാക്കാനും മാക്രോ എക്കണോമിസ്റ്റുകൾ സർക്കാർ നയം, പണവ്യവസ്ഥ, ധനനയങ്ങൾ, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവ പഠിക്കുന്നു. ഈ പബ്ലിക് എക്കണോമിക്സ് പൊതു സാമ്പത്തിക ശാസ്ത്രം. സർക്കാരിൻ്റെ കീഴിലാണ് സാമ്പത്തിക മേഖല ഉണ്ടായിരിക്കുക. ഈ പബ്ലിക് എക്കണോമിക്സ് ഇത് നികുതിയിലൂടെ സർക്കാർ എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നുവെന്നും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യം, പൊതുസേവനങ്ങളും അത് നൽകാൻ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നുവെന്നും ഇത് ഈ പബ്ലിക് എക്കണോമിക്സ് പരിശോധിക്കുന്നു. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രം. ഇത് രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക ഇടപെടൽ പരിശോധിക്കുന്നു. ഇൻ്റർനാഷണൽ എക്കണോമിക്സ് രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക ഇടപെടൽ പരിശോധിക്കുന്നു. അന്താരാഷ്ട്ര വ്യാപാരം, വിനിമയ നിരക്കുകൾ, പണമടവ്, ബാലൻസ്, ആഗോള സാമ്പത്തിക നയങ്ങൾ എന്നീ വിഷയം കൈകാര്യം ചെയ്യുന്നു ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ സാമ്പത്തിക സഹകരണം, ഗുണം, ഫലം മനസ്സിലാക്കാനും ഈ ഇൻ്റർനാഷണൽ എക്കണോമിക്സ് സഹായിക്കുന്നു. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, വികസന സാമ്പത്തിക ശാസ്ത്രം. ഇത് താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങൾ, പ്രദേശങ്ങൾ എന്നിവയുടെ വളർച്ചയെയും വികസനത്തെയും കുറിച്ച് പഠിക്കുന്ന മേഖലയാണ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്. നിക്ഷേപം, ടെക്നോളജി, പുരോഗതി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിങ്ങനെ സാമ്പത്തിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഈ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ പരിശോധിക്കുന്നത്. ഇനി അതിലെ മറ്റൊന്നാണ് ലേബർ എക്കണോമിക്സ്. തൊഴിൽ, വേതനം, തൊഴിൽ ചലനം, തൊഴിൽ, വരുമാന വിതരണത്തിൽ തൊഴിൽ സ്വാധീനം എന്നിവ തൊഴിൽ വിപണിയിലാണ് ലേബർ എക്കണോമിക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് ലേബർ എക്കണോമിക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് തൊഴിലിൻ്റെ വേതനം, തൊഴിലിൻ്റെ ചലനം, തൊഴിൽ, വരുമാന വിതരണത്തിൽ തൊഴിലാളിയുടെ സ്വാധീനം, തൊഴിൽ വിപണിയിലാണ് ഇതുപോലത്തെ തൊഴിൽ വിപണിയിലാണ് ലേബർ എക്കണോമിക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി എൻവിറോൺമെൻറ്റൽ എക്കണോമിക്സ്, ഇത് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കുന്നു. എൻവിറോൺമെൻറ്റൽ എക്കണോമിക്സ് എന്ന ശാഖ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കുന്നു. മലിനീകരണം, വിഭവങ്ങളുടെ കുറവ്, കാലാവസ്ഥാ വ്യതിയാനം എന്നീ പരിസ്ഥിതി പ്രശ്നങ്ങൾ, സുസ്ഥിര രീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ എൻവിറോൺമെൻറ്റൽ എക്കണോമിക്സ് ശ്രമിക്കുന്നു. ബിഹേവിയർ എക്കണോമിക്സ്, മനഃശാസ്ത്രത്തിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ഉൾക്കാഴ്ച കൂട്ടിച്ചേർത്ത് വിജ്ഞാന പരിധികൾ, പക്ഷപാതങ്ങൾ എക്കണോമിക്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നെന്ന് ഇത് പഠിക്കുന്നു. ബിഹേവിയർ എക്കണോമിക്സിൽ മനഃശാസ്ത്രത്തിൽ നിന്നും എക്കണോമിക്സിനൊക്കെ കൂട്ടിച്ചേർന്ന് ഈ വിജ്ഞാന പരിമിതി എങ്ങനെ എക്കണോമിക്സിനെ സ്വാധീനിക്കുന്നു എന്നാണ് ബിഹേവിയർ എക്കണോമിക്സ് പഠിക്കുന്നത്. നെക്സ്റ്റ് അതിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, ഓഹരി വിപണികൾ, ബോണ്ട് വിപണി,
വിപണികൾ, മറ്റ് സാമ്പത്തിക ഉപകരണം എന്നിവ ഫിനാൻഷ്യൽ എക്കണോമിക്സ് പഠിക്കുന്നു. ഫിനാൻഷ്യൽ എക്കണോമിക്സ് പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം, ഓഹരി വിപണി, ബോണ്ട് വിപണി, മറ്റ് സാമ്പത്തിക ഉപകരണം, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് പഠിക്കുന്നത്. നിക്ഷേപ തീരുമാനം, റിസ്ക് മാനേജ്മെൻറ്റ്, സാമ്പത്തിക വിപണിയും സമ്പദ് വ്യവസ്ഥയും ഇത് വിശകലനം ചെയ്യുന്നു. മറ്റെന്തൊക്കെ ഫിനാൻഷ്യൽ എക്കണോമിക്സ് വിശകലനം ചെയ്യുന്നു? നിക്ഷേപ തീരുമാനം, റിസ്ക് മാനേജ്മെൻറ്റ്, സാമ്പത്തിക വിപണി, സമ്പദ് വ്യവസ്ഥ. ഒരു രാജ്യത്ത് എല്ലാ ദിവസവും എണ്ണമറ്റ സാമ്പത്തിക പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് എല്ലാ ദിവസവും എണ്ണാൻ പറ്റാത്ത അത്രയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനം ഏകോപിപ്പിക്കാനും നിർവഹിക്കാനും ചെയ്യുന്ന ക്രമീകരണത്തെയാണ് സാമ്പത്തിക വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രവർത്തനം ഏകോപിപ്പിക്കാനും നിർവഹിക്കാനും ചെയ്യുന്ന ക്രമീകരണത്തെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ലിയോനർഡ് എസ് സിൽക്കിൻ്റെ അഭിപ്രായം, സാമ്പത്തിക വ്യവസ്ഥ എന്നത് തൊഴിലാളികളും മാനേജർമാരും ഫാക്ടറി സ്ഥാപനങ്ങളും എന്നീ ഉൽപ്പാദന സംഘടനകളും സർക്കാർ ഏജൻസികൾ എന്നിവ പരസ്പരം ബന്ധിപ്പിച്ചൊരു ജൈവ മൊത്തത്തിൽ രൂപപ്പെടുത്തുന്ന രീതിയെ സൂചിപ്പിക്കുന്നു. ലിയോനർഡ് എസ് സിൽക്കിൻ്റെ അഭിപ്രായം പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥ എന്നാൽ തൊഴിലാളികളും മാനേജറും ഫാക്ടറി സ്ഥാപനം എന്നീ ഉൽപ്പാദന സംഘടനകളും സർക്കാർ ഏജൻസികളും എന്നിവ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ജൈവ മൊത്തത്തിൽ രൂപപ്പെടുത്തുന്ന രീതിയെ സൂചിപ്പിക്കുന്നു. ലോകത്തെ പ്രധാന സാമ്പത്തിക വ്യവസ്ഥകൾ മാർക്കറ്റ് എക്കോണമി, സെൻട്രലി പ്ലാനഡ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി എന്നീ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്തതാണ്. ലോകത്തിലെ പ്രധാന സാമ്പത്തിക വ്യവസ്ഥകൾ മാർക്കറ്റ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി എന്നിവ കേന്ദ്രീകൃത ആസൂത്രണം ചെയ്തവയാണ്. മാർക്കറ്റ് എക്കോണമി, വിപണി സമ്പദ് വ്യവസ്ഥ എന്നാൽ സ്വതന്ത്ര മാർക്കറ്റ് എക്കോണമിയിൽ കസ്റ്റമറും ബിസിനസ്സുകളും നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ അടിസ്ഥാനമാക്കി വിഭവങ്ങളുടെ വിഹിതം നൽകുന്നതാണ് മാർക്കറ്റ് എക്കോണമി. അത്തരമൊരു സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നതിൽ സർക്കാർ ഇടപെടുന്നില്ല. ഈ മാർക്കറ്റ് എക്കോണമിയിൽ സർക്കാർ ഇടപെടുന്നില്ല. ഇത് മുതലാളിത്ത വ്യവസ്ഥ എന്നും വിളിക്കുന്നു. മാർക്കറ്റ് എക്കോണമിയെ മുതലാളിത്ത വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. സ്വകാര്യ വ്യക്തികളാവും ഉൽപ്പാദന ഉടമകൾ. ഇതിന് സ്വകാര്യ വ്യക്തികളായിരിക്കും ഉടമകൾ. ഉടമസ്ഥരുടെ ഉൽപ്പാദന സേവനങ്ങൾ വിൽക്കുന്നതിലൂടെയാണ് ആളുകൾ പണം സമ്പാദിക്കുന്നത്. സ്വതന്ത്ര വിപണികളിൽ വിതരണം ചെയ്യുമ്പോൾ വില തീരുമാനിക്കുന്നു. ഉൽപ്പന്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, വിതരണം ചെയ്യുന്നു എന്നത് വില സംവിധാനം നിയന്ത്രിക്കുന്നു. യൂറോപ്പ്, അമേരിക്ക പോലെ വികസിത രാജ്യങ്ങളിൽ മുതലാളിത്തം ഇന്നും നിലനിൽക്കുന്നു.